നമ്മുടെ ഹൈദരാബാദ് ട്രിപ്പിൻ്റെ അടുത്ത ദിവസം നമ്മൾ ആദ്യം തന്നെ ഈ കുത്തബ് ഷാഹി ടോംബാണ് കേട്ടോ കാണാൻ പോയത്. ഈ കുത്തബ് ഷാഹി ടോംബും ഗോൽക്കൊണ്ട ഫോർട്ടും നല്ല അടുത്തടുത്താണ്. അപ്പോൾ ഒരേ ദിവസം വേണം അത് പ്ലാൻ ചെയ്യാൻ. കുറേ ടോംബുകളാണ്. ടോംബ് എന്ന് പറഞ്ഞാൽ ശവകുടീരം, എല്ലാവർക്കും അറിയാലോ. ഉള്ളിൽ ചെന്നാൽ ഇങ്ങനെ കുറേ ഇരുട്ടുള്ള കുറേ സ്ഥലങ്ങളും പിന്നെ കുറേ വാതിലുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. നടുക്ക് ഇങ്ങനെ ഒരു ശവകുടീരം നമുക്കിങ്ങനെ കാണാം കേട്ടോ. അവർ പട്ടൊക്കെ ഇട്ട് ഇങ്ങനെ മൂടി ഒരു ജാറൊക്കെ പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ കൊത്തുപണികളൊക്കെ ഉള്ള കുറേ ടോംബുകളാണ് കേട്ടോ. കുത്തബ് ഷാഹി ടോംബ് എന്ന് പറഞ്ഞാൽ ഈ ഷാഹി ഡൈനാസ്റ്റി ഇവരാണത്രേ പണ്ട് ഈ തെലങ്കാന ഭരിച്ചിരുന്നത് 1518 മുതൽ ഏകദേശം 150 കൊല്ലത്തോളം. പിന്നെ ഈ ഷാഹി ഹെറിറ്റേജ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ടോംബുകളുടെ ഇടയിൽ നല്ലൊരു പാർക്കും കുറേ ആൽമരങ്ങളും കുറച്ച് ചെടികളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു പാർക്കാണ് കേട്ടോ. നല്ല രസമായിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒന്നുകിൽ രാവിലെ പോകണം അല്ലെങ്കിൽ വൈകുന്നേരം പോകണം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര വെയിലായി പോവും. ഇത് നമ്മളൊരു വൈകുന്നേരമാണ് കേട്ടോ ഇത് കാണാൻ വന്നത്. അതുകൊണ്ട് തന്നെ വെയിലൊന്നും തീരെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ അവരുടെ ഹിസ്റ്ററിയൊക്കെ കംപ്ലീറ്റ് ഈ ഷാഹി ഡൈനാസ്റ്റിയുടെ ഹിസ്റ്ററിയൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഈ രാജാക്കന്മാർ ഓരോരുത്തരും മരിക്കുമ്പോഴും ഇവിടെ ഓരോരോ ടോംബ് ഉണ്ടാക്കും. ഇവരുടെ ഓരോ നോബിളായിട്ടുള്ള ആൾക്കാരൊക്കെ കേട്ടോ, രാജാക്കന്മാരോ പ്രിൻസസോ ക്യൂവിനോ ഒക്കെ മരിക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ ടോംബ് ഉണ്ടാക്കും. അങ്ങനെ ഏറ്റവും അവസാനത്തെ ഈ ഷാഹി ഡൈനാസ്റ്റിയിലെ രാജാവ് അല്ലാത്ത ബാക്കി എല്ലാവർക്കും ടോംബുകളുണ്ട്. ഇങ്ങനെ ചെറിയ ഹിസ്റ്ററി എഴുതി വെച്ച ഒരു മ്യൂസിയം പോലൊരു മുറിയുണ്ട്. പിന്നെ ഇങ്ങനെ ഫുൾ ഇവരുടെ ഹെറിറ്റേജ് പാർക്കിൻ്റെ മാപ്പും എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ കംപ്ലീറ്റ് ഇടയ്ക്കിടയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നിറയെ ആൽമരമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഗോൽക്കൊണ്ട ഫോർട്ട് കാണാൻ പോയി. രാത്രി ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട് കേട്ടോ ഗോൽക്കൊണ്ടയിൽ. അത് മിസ്സാക്കാതെ കാണണം, നല്ല രസമാണ്. അപ്പോൾ അതിന് പോണ വഴി ചെറിയ ഷോപ്പിങ്ങും തൊപ്പിയില്ലാത്തവരൊക്കെ തൊപ്പിയൊക്കെ വാങ്ങി കണ്ടോ. ഈ ഫോർട്ട് പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല രസമാണ്. പണ്ടത്തെ ഒരു കോട്ടയാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. ഇതൊക്കെ ഈ തെലങ്കാന ഭരിച്ചിരുന്ന ഈ രാജാക്കന്മാർ പണ്ടുണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കോട്ടയൊക്കെ. ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന് ഒരു കണ്ടോ മുകളിലൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ചിത്രപ്പണിയൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര എക്കോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഗൈഡുകളൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ട് സൈഡിലും ഇങ്ങനെ നല്ല മതിലുകൾ പോലെ ഇങ്ങനെ പണിതിട്ട് കാണാൻ. അതിൻ്റെ നടുവ് കൂടി ഇങ്ങനെ നടക്കാനും ഭയങ്കര ഫോട്ടോജനിക് ആയിട്ടുള്ള പ്ലേസാണ്. പിന്നെ ഒരുപാട് മുകളിലേക്ക് കയറി ആ കോട്ടയുടെ ഏറ്റവും മുകളിൽ വരെ പോവാം കണ്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ ഇങ്ങനെ കുറേ ലോണ് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമ്മൾ ആ സീറ്റിംഗ് ഏരിയയിൽ ഇരുന്നിട്ട് നമുക്ക് ആ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാം. സംഭവം ഭയങ്കര രസമാണ് കേട്ടോ. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നൊരു ഷോ ആണ്. ഫുള്ള് ലൈറ്റുകളും മ്യൂസിക്കും സൗണ്ടും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് ഈ ഗോൽക്കൊണ്ട ഫോർട്ട് ഉണ്ടായതും അന്ന് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ചരിത്രമൊക്കെ ആയിട്ട് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന നല്ലൊരു ഷോ ആണ് കേട്ടോ. അങ്ങനെ അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പ്ലാന് അവസാനിക്കുകയാണ്. സംഭവം നല്ല രസമാണ് കണ്ടോ. ലൈറ്റഡായി കാണാനൊരു പ്രത്യേക ഭംഗിയാണ് പകൽ കാണുന്നതിനേക്കാളും കേട്ടോ. എന്നിട്ട് രാത്രി നമ്മളിന്ന് ഡിന്നർ കഴിക്കുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പാരഡൈസ് എന്ന് പറഞ്ഞ ഹോട്ടലാണ് കേട്ടോ. പണ്ടേ ഇത് ഫേമസ് ആണ്. പണ്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച പല പല ലെജൻസിൻ്റെ ഫോട്ടോ, സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെയും നമ്മുടെ സൂര്യയുടെയും ഒക്കെ ഫോട്ടോ അവിടെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ പാരഡൈസ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരുപാട് സൽമാൻ ഖാൻ അടക്കം സച്ചിൻ, സൽമാൻ അങ്ങനെ ഒരുപാട് ഫേമസ് പേഴ്സണാലിറ്റീസ് ഒക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഫേമസുമാണ്. 1953 തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏതായാലും ഇവരുടെ ഹൈദരാബാദി മട്ടൻ ബിരിയാണിയും ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു ഇറാനി ടീ ഒക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ഇറാനി ടീ നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മസാല ടീ കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ആ ക്ഷീണൊക്കെ വിട്ട് നല്ല ഫ്രഷ് ആവാൻ പറ്റിയ ഒരു അടിപൊളി ചായയാണ്. അപ്പോൾ ഇറാനി ടീ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഈ പാരഡൈസ് ഹോട്ടലിലെ ബിരിയാണി ഒരു ഹൈപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് ആർക്കും വലിയൊരു ഇഷ്ടമായില്ല. നമ്മൾ വേറെ പലയിടത്തുനിന്നും പല ഭക്ഷണം കഴിച്ചു. ബിരിയാണി ഹൈദരാബാദി ബിരിയാണി തന്നെ വേറെ 1-2 സ്ഥലത്ത് നിന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇവിടെ എനിക്ക് അത്രയ്ക്ക് ഞങ്ങൾക്ക് ആർക്കും വല്ലാണ്ട് പിടിച്ചില്ല. അപ്പോൾ ശരി, ബാക്കി വിശേഷം നാളെ പറയാം.